ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ബറാത്തൊക്കെ ആവാറല്ലേ? ബറാത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ സ്പെഷ്യൽ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള കായ്ക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കായ്ക്കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പിടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ആമീസിൻ്റെ അരിപ്പൊടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അഥവാ നിങ്ങളുടെ കയ്യിൽ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കുഴക്കുന്ന പത്തിരിപ്പൊടിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് മാവാക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതിലാണ് ആവി കയറ്റിയിരിക്കുന്നത് സ്റ്റീമറിൻ്റെ തട്ട് ഇതുപോലെ എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണേ. വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് വിരൽ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് പിടി റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പിടി റെഡിയാക്കുമ്പോൾ ഓവർ സൈസ് കൂടണ്ട കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സൈസാക്കി എടുക്കുമ്പോൾ നമുക്ക് പായസത്തിൽ നിന്ന് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കടിക്കാൻ കിട്ടുമ്പോൾ ഓവർ വലുതായിക്കിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിപ്പോൾ ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിൽ അടിയിൽ വെള്ളമൊക്കെ നിറച്ച് തട്ടൊക്കെ ഇറക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ അടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 15 to 16 മിനിറ്റ്, മാക്സിമം പോയാൽ 20 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇത് ഏകദേശം ഒരു 16-17 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് എല്ലാതും സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കടലപ്പരിപ്പാണ് വേണ്ടത്. ഞാൻ 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വട ഉണ്ടാക്കുന്ന പരിപ്പാണ്. അത് ഇതുപോലെ എടുത്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ 3-4 തവണ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് പരിപ്പ്. പിന്നെ ചില പരിപ്പിന് 2 വിസിൽ വേണ്ടി വരും. പിന്നെ ഒരുപാട് വെന്തുടയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു പായസത്തിൽ നിന്ന് കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതും കൂടി വേവിച്ച് റെഡിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. ഇനി ഈ ഒരു കായ്ക്കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് പച്ചരിയാണ്. 2-3 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ്. 1/4 കപ്പേ വേണ്ടുള്ളൂ കേട്ടോ, ഒരുപാട് കൂടരുത്. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ, ഒട്ടും തരികളില്ലാതെ. അങ്ങനെ അരച്ചെടുത്തിട്ട് ഇതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള മിക്സാണ് ഇത്. അപ്പോൾ ഇതും കൂടി ഒരു സൈഡിലേക്ക് അവിടെ എല്ലാം ആദ്യം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഒരു കായ്ക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ 2 തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലാക്കിയിട്ട് 2 രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും. അപ്പോൾ ഈ ഒരു ചെറിയ കപ്പിലുള്ളത് 2 കപ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ള 1-ാം പാലാണ്. അതുപോലെ തന്നെ ഈ ഒരു വലിയ കപ്പിലുള്ളത് 5 കപ്പ് 2-ാം പാലുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മൾ ആ ഒരു പഴയ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തേങ്ങാപ്പാൽ തന്നെ നിർബന്ധമായിട്ട് എടുക്കുക കേട്ടോ, എങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേണ്ടത് 2 നേന്ത്രപ്പഴം, അതായത് നമ്മൾ ഏത്തപ്പഴം എന്നൊക്കെ പറയുമല്ലോ, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് 2ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ ഓവർ നേരിയതായിട്ട് കട്ട് ചെയ്യേണ്ട, നമ്മൾ പായസം ഇളക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കട്ടിയിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ക്കറി സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 2-ാം പാലില്ല, 5 കപ്പ് 2-ാം പാൽ മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ചരിൻ്റെ മിക്സില്ല, അത് മൊത്തത്തിലായിട്ട് ഇളക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പിനും 1 കപ്പിനും ഇടയിലായിട്ട്, 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, 1/4 കപ്പിൽ കുറച്ച് മുകളിലായിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ. അത് പാകത്തിനുള്ളൊരു മധുരമാണ്. അപ്പോൾ ഇത്രയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാകുന്ന രീതിയിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. കാരണം നമ്മളിതിൽ പച്ചരിൻ്റെ മിക്സ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് പായസം നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് തിക്കായി കിട്ടുന്നവരെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ ഇതാ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇതുപോലെ തിക്കായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമില്ലേ, നേന്ത്രപ്പഴം, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ, പഴം ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഇതാ പഴമൊക്കെ ഇട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരും കേട്ടോ. അപ്പോൾ പഴം ഏകദേശം ഒരു വേവായിട്ടുണ്ട്. ഇത്രയായതിനു ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പിടിയില്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളച്ച് ഏകദേശം ഒരു 3-5 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും ആ ഒരു പഞ്ചസാരയുടെ മധുരവും ഒക്കെ ഈ ഒരു പിടിയിലും പഴത്തിലും കടലപ്പരിപ്പിലും എല്ലാത്തിലും ബാലൻസ് ആവുന്ന രീതിയിൽ പിടിച്ച് കിട്ടണം കേട്ടോ. അതാണ് ഈ ഒരു മെയിൻ സ്റ്റെപ്പാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ വേണം, അല്ലെങ്കിൽ പായസം നന്നായിട്ട് കിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ കട്ടപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തിക്കായി വരും കേട്ടോ. അത് വിചാരിച്ച് നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ വേണ്ടത്. അങ്ങനെ ഇത് ഏകദേശം 5-6 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ല 1-ാം പാലില്ലേ, അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലൂസാകും കേട്ടോ, കുഴപ്പമില്ല. ആ ഒരു ലൂസിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ, കാരണം നമ്മൾ കുടിക്കാൻ നേരത്ത് വീണ്ടും നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇതാ ലാസ്റ്റിന് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷണലാണ് കേട്ടോ ഈ ഒരു സ്റ്റേജ്, കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഇങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ കുടിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഇതാ ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യുക കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ല തിക്കായി നമുക്ക് കുടിക്കാൻ പാകത്തിന് കൺസിസ്റ്റൻസി ആയിട്ട് വരും. അങ്ങനെ ഇതാ നമ്മുടെ കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടില്ല, കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി കോരി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രത്യേക രുചിയുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ മറാത്തിന് ഇതുപോലെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്